ഹൈക്കോടതി പറഞ്ഞ അത് പിന്നെ പ്രതി അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രതിയാകേണ്ട ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളന്മാരോ അല്ലെങ്കിൽ പ്രതിയാകേണ്ട ആളുകൾ ആരെങ്കിലും അയ്യോ ഞാൻ തെറ്റ് ചെയ്തെന്ന് പറയോ? കോടതി എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ മോഷ്ടിച്ച ആളോട് താൻ കട്ടോടോ എന്ന് ചോദിച്ചാ ഞാൻ കട്ടെന്ന് ആരെങ്കിലും പറയോ? പറയില്ല. അത്രയേ ഉള്ളൂ. നിലവിലെ ബോർഡിന് എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള തീരുമാനം രേഖകളൊക്കെ ഹാജരാക്കാൻ ഒരുപാട് സമയം കിട്ടിയല്ലോ. ഒരു രേഖയില്ല എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. കോടതിയുടെ എത്രാമത്തെ ഇതാണ് കൃത്യമായിട്ട്. അപ്പൊ പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ, ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 100% ശരിയാണെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മുഴുവൻ നിങ്ങൾ പോയി പന്തളത്ത് ഞാൻ നടത്തിയ പ്രസംഗം കേൾക്ക്. പന്തളത്ത് ഞങ്ങളുടെ പദയാത്രയുടെ സമാപനം നടത്തിക്കൊണ്ട് ഇതെല്ലാം പറഞ്ഞതാ. ഇതെല്ലാം കാരണം ഇത് രേഖകൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും. കോടതി ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ അടിവരയിട്ടുകൊണ്ട് കോടതി ഇത് ആവർത്തിച്ചു. ഈ പറഞ്ഞ കാര്യം ഇന്നലെ കോടതി പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ഇന്നലെയല്ല പറയുന്നത്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി. അപ്പോൾ ഇയാൾ തെളിവ് ഹാജരാക്കായിരുന്നു. എവിടെ പോയി ഇയാൾ? ഈ പ്രസിഡന്റ് എവിടെ പോയി? ഇവരൊന്നും അതിൻ്റെ അടിച്ചതിൻ്റെ അകത്ത് കയറ്റാൻ പാടില്ല, ഓടിക്കണം അവിടെ നിന്ന്. അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം വന്നത്. കാരണം കതക് കൊണ്ടുപോയി, കട്ട്ള കൊണ്ടുപോയി, ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ്. ഇനി അവിടെ ബാക്കിയുള്ളത് അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹമാണ്. അതുകൂടി ഇവന്മാരെ അടിച്ചുകൊണ്ട് പോയെന്നെ കോടതിയില്ലായിരുന്നു. നിലവിലെ ബോർഡിന് എക്സ്റ്റൻഷൻ കൊടുക്കാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവരെ ആദ്യം എന്താ പറയുന്നത്? ആരോഗ്യ വകുപ്പ്, ആയുഷ്മാൻ ഭാവ ആരോഗ്യ, കേന്ദ്ര ഗവൺമെന്റിന്റെ പേരെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. 1.5-2 കൊല്ലം അത് വാങ്ങിക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എല്ലാ ആശുപത്രിയുടെ അവിടെ 2 കൊല്ലത്തെ കാശ് പോയി. അതാണ് നഷ്ടം ഉണ്ടായത്. ഇപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? PM ശ്രീ നടക്കില്ല. അപ്പൊ എല്ലാവരും കൈയടിച്ചു, സഖാക്കന്മാരൊക്കെ കൈയടിച്ചു. ഭയങ്കര RSS വിരുദ്ധ പ്രഖ്യാപനം. ഇപ്പൊ CPM ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് പോവുക. ആദ്യം CPM CPI തമ്മിൽ സെറ്റ് ചെയ്യട്ടെ. CPI ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുക. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തിയതിനു ശേഷം ഞങ്ങളിത് സ്വീകരിച്ചില്ല. അതിനു മുൻപ് കർണാടകത്തിൽ BJP ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അത് സ്വീകരിച്ചു. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു ഗവൺമെൻറ്റിൻ്റെ ഇതും സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ 2 ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വിളിച്ച് ഇത് അന്വേഷിച്ചു. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJPയുടെ ഒരു വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെൻറ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിൻ്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല. കേന്ദ്രത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.